അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് ക്ഷണം. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം. സുരക്ഷ വിലയിരുത്താൻ CRPF-ഉം ഉത്തർപ്രദേശ് പോലീസും ഇന്ന് യോഗം ചേരും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി 24-നോട് പറഞ്ഞു. पूरी तैयारी है और अच्छे से सारी तैयारियों को पिछले काफ़ी दिनों से हम लोग प्लान करके सारी चीज़ों को हम लोग कर रहे थे। तो कुल मिला के सारी तैयारियां प्रकाश की, सफाई की, पेयजल की, सैनिटेशन की, लोगों के रात्रि प्रवास की, ये सारी व्यवस्थाएं लगभग पूर्ण कर ली गई हैं और अच्छे से। प्राण प्रतिष्ठा में तो 8,000 ही लोग ही इन्वाइट हैं, लेकिन उसके बाद एक पब्लिक का मूवमेंट यहाँ पर राम भक्तों का मूवमेंट बढ़ेगा, इसके लिए भी हम लोग लगभग तैयार हैं. ശ്രീരാമൻ എല്ലാവരുടേതുമാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ BJP-ക്കും RSS-നും എന്ത് അധികാരമെന്നും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ചോദിച്ചു. क्या राम सिर्फ उस मंदिर में बसता है? क्या राम का और कोई घर नहीं है? यहाँ जो राम के मंदिर हैं वो क्या बेकार के लोग हैं, मंदिर हैं? राम हर जगह पे है. वो उस जगह पे भी है जहाँ मंदिर नहीं है, क्योंकि वो विश्व का राम है, वो एक तबके का राम नहीं है. ये बात याद रखिएगा. ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है. ये अपनी पुस्तकें नहीं जानते हैं. राम विश्व का राम है, याद रखिएगा. रशिया में कोई मंदिर है, मगर राम वहाँ भी है. हर जगह राम है. അതിനിടെ അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണിത്. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK 5 വയസ്സുള്ള രാമന്റെ വിഗ്രഹം, അതാണ് രാംലല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്ന ചിത്രം അത് മൂടിയിട്ടുണ്ട് തുണി വെച്ച്, പ്രത്യേകിച്ച് ചില ഭാഗങ്ങളൊക്കെ 51 ഇഞ്ച് വലിപ്പം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക പൂജകളൊക്കെ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നടന്ന പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഗ്നിപ്രവേശമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഈ അഗ്നിപ്രവേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അഗ്നി ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങുകളുടെ ഭാഗം. ഏതാണ്ട് 100-ൽ അധികം സന്യാസി വര്യർ പങ്കെടുത്ത ചടങ്ങാണ് രാവിലെ ഈ അഗ്നിപ്രവേശനത്തിന്റെ ഭാഗമായിട്ട് നടന്നത്. അതിനുശേഷം മറ്റ് പൂജകൾ അനുബന്ധമായിട്ട് പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധമായിട്ടുള്ള പൂജകൾ നടന്നു. ഹവനം അടക്കമുള്ള ചടങ്ങുകളും പൂജകളും ആണ് ഇന്ന് നടന്ന് കൊണ്ടിരിക്കുന്നത്. രാത്രിയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ ദർശനം ഉണ്ടായിരുന്നത് ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല കാണാനായിട്ടുള്ള അനുവാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നു മുതൽ ആ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ദർശിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടാകില്ല. ഈ രാംലല്ലയും ഗർഭഗൃഹത്തിലേക്ക് മാറ്റും. അത് നാളെയോടുകൂടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഈ രാംലല്ല പഴയ ക്ഷേത്രത്തിൽ, താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന രാംലല്ല ഗർഭഗൃഹത്തിൽ ഇനി ഉത്സവ സമയങ്ങളിൽ ഒക്കെ അടക്കം പുറത്തെഴുന്നള്ളിക്കുക എന്ന വിധത്തിലാകും ഇനി ആ വിഗ്രഹം രാംലല്ല ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ ബാലനായിട്ടുള്ള രാമന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് ട്രസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗർഭഗൃഹത്തിലേക്ക് ഈ വിഗ്രഹം ഇന്നലെ എത്തിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഈ പൂജാ കർമ്മങ്ങൾ എല്ലാം 22-ാം തീയതി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വരെ നീളുന്ന പൂജാ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. നിരവധി സന്യാസി വര്യന്മാരാണ് ഇതിന്റെ ഭാഗമായിട്ട് ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ഈ അവസാന ദിവസം താൽക്കാലിക ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ആരെയും ഇനി ഈ അയോധ്യയിലേക്ക് അതിനിടയിലാണ് ഇതിലേക്ക് ക്ഷണം കിട്ടുന്നവരുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ പല ആളുകളുടെയും, അത് വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ, ക്രിക്കറ്റ് താരങ്ങളുണ്ട്, അതുപോലെ ബോളിവുഡ് താരങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ ആ ബെഞ്ച് ജഡ്ജിമാരെ മുഴുവൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളത്.
വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ രാമക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന് വിവിധങ്ങളായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വശം കൂടി അതിന്റെ ഭാഗമായി നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. 5 അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ കേസിലെ വിധി പറഞ്ഞത്. ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ആ ബെഞ്ചിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ള ജസ്റ്റിസ് നസീർ അടക്കമുള്ളവർ ആ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു. ഈ 5 ബെഞ്ചിലെ 5 അംഗങ്ങളെയുമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ട്രസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നത്. അവർ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിന് കൂടുതൽ മഹാത്മ്യം നൽകും എന്ന ഒരു നിലപാടാണ് ട്രസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നു. അവധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ളവർ പറഞ്ഞത് രാമക്ഷേത്രത്തിലേക്ക് ആരുടെയും പ്രത്യേകം ക്ഷണം ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷണം നടത്താനായിട്ട് BJPക്കോ RSSനോ എന്ത് അധികാരം എന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് R. രാധാകൃഷ്ണൻ നൽകി.